ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില. ടി വി എസിൻ്റെ നിയോ റെട്രോ ബൈക്കായ ടി വി എസ് റോണിൻ 2025 അവർ അൺവീൽ ചെയ്തിരിക്കുകയാണ്. റോണിൻ്റെ ഡി എസ് വേരിയൻറ്റ് മാത്രമേ ഈ പുതിയ അപ്ഡേറ്റ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് നോക്കാം. ടെക്നിക്കൽ വൈസ് വണ്ടിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ വിഷ്വലിയും അതുപോലെ തന്നെ സേഫ്റ്റിയിലുമാണ്. ഡിസൈൻ്റെ കാര്യത്തിലാണ് ഈ പുതിയ രണ്ട് കളേഴ്സാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്ലേഷ്യൽ സിൽവറും ചാർക്കോൾ എംബർ. ഈ രണ്ട് കളേഴ്സിലായിരിക്കും ഇനി മിഡ് വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബൈക്കിൻ്റെ സൈഡ് പാനലിനകത്തും റിയർ ഫെൻഡറിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൈഡ് പാനലിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു ബോക്സ് അല്ലാണ്ട് ചുറ്റിനുള്ള പോർഷൻസിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ഫെൻഡർ കുറച്ചും കൂടി ഒതുക്കിയാണ് അവർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പോലെ വിടർന്നിരിക്കുന്ന ടൈപ്പ് ഫെൻഡർ അല്ല, കുറച്ചും കൂടി ഒതുക്കി നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ടയർ ഹഗ്ഗും ഇതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ സീറ്റിലും ചെറിയൊരു ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. സീറ്റ് കുറച്ചും കൂടി ഒരു ഒതുക്കി നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡയമെൻഷൻസ് വ്യത്യാസവും വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് വണ്ടിയുടെ ബൾക്കി ചെയിൻ കവർ മാറ്റി സിമ്പിൾ ആക്കിയിട്ടുണ്ട്. അത് വണ്ടിക്ക് കുറച്ചും കൂടി ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ഡുവൽ ചാനൽ ABS ഇപ്പോൾ മിഡ് വേരിയൻറ്റിനും സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ടി വി എസ് റോണിൻ 2025 വന്നിരിക്കുന്ന ചേഞ്ചസ്. ബാക്കിയെല്ലാം തന്നെ സെയിം തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. എന്തായാലും ജനുവരി തൊട്ട് വണ്ടി ലോഞ്ച് ചെയ്ത് തുടങ്ങും. ടെസ്റ്റ് റൈഡ് ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.